ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 35. കള്ളനും പോലീസും കളിക്കുമായിരുന്നു. മഹാദേവൻ്റെ കൂർപ്പിച്ചുള്ള നോട്ടം കണ്ടതും ഭാസ്കരൻ ഇടയിൽ കയറി പറഞ്ഞു, അത് ഒരു ഇളിയോടെ. ദേവൻ അതിനുള്ള മറുപടിയൊന്നും കൊടുത്തില്ല. പകരം അച്ഛനെയും അച്ഛൻ്റെ പിന്നിൽ ഒളിച്ചു നിൽക്കുന്ന വൈശാഖിയെയും ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഒളിക്കണ്ണിട്ട് നോക്കിയവൾ ദേവൻ്റെ നോട്ടം കണ്ടതും ആമ തോടിനുള്ളിലേക്ക് തലവലിച്ച് കയറ്റുന്നത് പോലെ ഭാസ്കരൻ്റെ പിന്നിലേക്ക് ഒന്നും കൂടി മറഞ്ഞു നിന്നു. വൈശാഖിക്ക് ഹൃദയമൊക്കെ ഉച്ചത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു ആ നേരം. സത്യാടാ ദേവാ, ഞങ്ങൾ കളിക്കുമായിരുന്നു. തനിക്ക് പിന്നിൽ ഒളിച്ചു നിൽക്കുന്നവളെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ബാലു ഒരു വട്ടം കൂടി പറഞ്ഞു. അതിന് ഇത്തവണ മഹാദേവനിൽ നിന്നും പുച്ഛത്തോടെയുള്ള ഒരു മറുപടി കിട്ടി. ഇരുവരെയും ചമ്മിപ്പിക്കുന്ന രീതിയിലുള്ളത്. എവൻ നന്നാവില്ല. മകൻ്റെ കളിയാക്കൽ ഇഷ്ടപ്പെടാതെ ബാലു അത് മനസ്സിലാണ് പിറുപിറുത്തത്. എന്നിട്ട് നമ്രശിരസ്കയായി നിൽക്കുന്ന വൈശാഖിയുടെ കൈയും പിടിച്ച് നേരെ അകത്തേക്ക് നടന്നുപോയി. എടി, ഒന്നുകൂടെ ആലോചിക്കടി, ഈ മാങ്ങാമോറിനെ തന്നെ നിനക്ക് വേണോ? ലോക ദുരന്തവാടി. അവളെ പിടിച്ച് ഡൈനിങ് റൂമിലെ കസേരയിൽ കൊണ്ടിരുത്തി ബാലു വീണ്ടും ഉപദേശം തുടങ്ങി. സാരില്ല. മുഖം വീർപ്പിച്ചുകൊണ്ടുള്ള വൈശാഖിയുടെ മറുപടി അപ്പോഴേക്കും ഉടനടി എത്തി. പെന്നെ കടന്ന് മോങ്ങിയേക്കരുത്. ഭാസ്കരൻ ഒരു പ്രത്യേക രീതിയിൽ അവളുടെ നേർക്ക് വലത്തേക്കൈയുടെ ചൂണ്ടുവിരൽ നീട്ടി. അതിനും വൈശാഖി സമ്മതത്തോടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുകയാണ് ചെയ്തത്. പെണ്ണെ, നിന്റെ പോക്ക് നാശത്തിലേക്കാണ്. അവളുടെ അടുത്ത് കിടന്ന ഒരു കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് ഭാസ്കരൻ കണ്ണുരുട്ടിക്കൊണ്ട് വീണ്ടും ഒരു രഹസ്യം പോലെ വൈശുവിനോട് പറഞ്ഞു. സാരില്ല. വൈശാഖി ചുണ്ടുകൾ കൂർപ്പിടിച്ചു പിടിച്ചു. എന്നാൽ പിന്നെ സ്വയം അനുഭവിക്ക്. അല്ല, എനിക്കൊരു സംശയം. ഇതിങ്ങനെ മനസ്സിലിട്ടുകൊണ്ടിരിക്കാനാ? നിന്റെ ലബ്ബറിനോട് എന്ന് പറയുന്നില്ലേ? അയാൾ വൈശുവിനെ കളിയാക്കിക്കൊണ്ട് തിരക്കി. എന്നിട്ട് ഒച്ചയില്ലാതെ കുലുങ്ങിച്ചിരിച്ചു. പറയണം. അവളുടെ ശബ്ദം നേർത്തുപോയി. എന്നത്തേക്കാ? ഇവിടുന്ന് പോകുന്നതിനോ എന്നെ പറയോ? വൈശാഖി ആ നേരെ ഏറുകണ്ണിട്ട് നോക്കി ബാലു. ശവത്തി കുത്താതെ. വൈശാഖി അയാളുടെ തോളിൽ ഒരു കുത്തു വെച്ചു കൊടുത്തു. ഭാസ്കരൻ അവളെ നോക്കി കോക്കറി കാട്ടിയിട്ട് അവൾ കുത്തിയുടെ ഒന്ന് തൂത്തുവിട്ടു. എന്നിട്ട് ഷർട്ടിൻ്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ ബന്ധപ്പെട്ട് കയ്യിലേക്കെടുത്തു. ഹോ, എനിക്കിത് അവന്മാരോട് പറയാൻ മുട്ടി നിൽക്കുക. അതിലെ മരവാഴകൾ എന്ന വാട്സപ്പ് ഗ്രൂപ്പ് അയാൾ തുറന്നു നോക്കിക്കൊണ്ട് ഊറിച്ചിരിച്ചു. അയ്യോ വേണ്ട ബാലു, ഇപ്പം പറയണ്ട, നമുക്ക് നാളെ പറയാം. അവൾ വെപ്രാളപ്പെട്ടുകൊണ്ട് ബാലുവിൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ഇപ്പോൾ വേണ്ടേ? അയാൾ ഒരു ചിരിയോടെ ചോദിച്ചു. വേണ്ട എന്ന രീതിയിൽ പെണ്ണ് തലയാട്ടി ചുവലൊന്ന് കുലുക്കി. കാരണം അവമ്മ മറിഞ്ഞ തന്നെ കളിയാക്കി കൊല്ലും. ഇന്നത്തെ ഒരു ദിവസം ചിലപ്പോൾ ഇതും പറഞ്ഞൊന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല. വെറുതെ എന്തിനാ? നാളെ കോളേജിൽ പോകുമ്പോൾ അമ്മ അറിഞ്ഞാൽ മതി. പെണ്ണ് മനസ്സിലോർത്തു. ഇതെന്താ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉറക്കമൊന്നുമില്ലേ? അടുക്കളയിലെ പണി കഴിഞ്ഞിറങ്ങി വന്ന ലക്ഷ്മി കാണുന്നത് എന്തൊക്കെയോ അടക്കം പറഞ്ഞിരിക്കുന്ന കെട്ടിയോനെയും വൈശുവിനെയാണ്. പറയട്ടെ? ബാലു ലക്ഷ്മിയുടെ നേർക്ക് കണ്ണു കാട്ടിക്കൊണ്ട് വൈശുവിനോട് ചോദിച്ചു. അയ്യോ ഇപ്പം വേണ്ട. അവൾ വലങ്കയിലെ പെരുവിലിൻ്റെ നഖം കടിച്ചുകൊണ്ട് പേടിയോടെ മുഖം കുനിച്ചു. മണി 9 കഴിഞ്ഞു. രണ്ടിനും നാളെ കോളേജുള്ളതല്ലേ. പോയി കിടന്നുറങ്ങാൻ നോക്ക്. ലക്ഷ്മി 2 ചാട്ടം ചാടിയതും ഇളിച്ചുകൊണ്ട് ബാലുവും വൈശാഖിയും പൊടുന്നനെ കൊച്ചു കുട്ടികളെ പോലെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് നേരെ നോക്കി സ്വന്തം മുറികളിലേക്ക് ധൃതിയിൽ നടന്നു. റൂമിലേക്ക് കയറിയ പെണ്ണ് വാതിലടയ്ക്കാൻ പോലും മറന്ന് കട്ടിലേക്ക് ചെന്ന് കമഴ്ന്നു വീണു. അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. തലയണ എടുത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് വൈശു അതിലേക്ക് മുഖം പൂഴ്ത്തി. കണ്ണടയ്ക്കുമ്പോൾ ആ ഒരുവൻ്റെ മുഖം മാത്രമാണ് മനസ്സിൽ മായാതെ നിൽക്കുന്നത്. സാറിൻ്റെ ഗൗരവത്തോടെയുള്ള മുഖം. അവൾക്ക് ചിരി വന്നുപോയി. തന്നിലെ മാറ്റങ്ങൾ അംഗീകരിക്കാനാവാതെ പെണ്ണ് ധൃതിയിൽ പൊടുന്നനെ മലർന്നു കിടന്നു. അപ്പോഴാണവൾ ബാലു പറഞ്ഞ കാര്യം പൊടുന്നനെ ഓർത്തത്. സാറിനോട് പറയണോ? അത് ചിന്തിച്ചപ്പോൾ തന്നെ വൈശാഖിയുടെ ദേഹത്തൊരു വിടറേൽ പടർന്നു. വേണ്ട, പറയണ്ട. ഇപ്പോൾ ഇങ്ങനെ തന്നെ പോട്ടെ. എന്തായാലും സാർ ആരെയും കെട്ടില്ല, പ്രേമിക്കത്തുമില്ല. ഇപ്പോൾ ആ ഒരു ഉറപ്പുണ്ട്. അതുകൊണ്ട് സമാധാനത്തിൽ 3-ാം വർഷത്തെ പരീക്ഷയൊക്കെ കഴിയുമ്പോൾ പറയാം. അതുവരെ സാറിനെ എനിക്ക് പ്രേമിക്കാമല്ലോ.
ആരും ഇടയിൽ കയറില്ല. അവളൊരു ചിരിയോടെ ഓർത്തു. എന്നിട്ട് മെല്ലെ കണ്ണുകൾ അടച്ചു ഉറങ്ങാനായി. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും നിദ്രാദേവത പെണ്ണിൻ്റെ അടുത്തുകൂടെ പോലും പോയില്ല എന്നതാണ് സത്യം. വൈശാഖി ഒട്ടൊരു നെടുവീർപ്പോടെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. പൊടുന്നനെയാണ് അവൾക്ക് പ്രോജക്റ്റിൻ്റെ കാര്യം ഓർമ്മയിൽ വന്നത്. 2 ദിവസം കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇന്നത്തെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ കാരണം അക്കാര്യം അങ്ങ് മറന്നുപോയി. അല്ലായിരുന്നെങ്കിൽ ഇന്ന് വൈകിട്ടിരുന്ന് കംപ്ലീറ്റ് ചെയ്തേനെ. അവൾ ബെഡിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് വലത്തെ കാലിലെ പൊങ്ങി നിൽക്കുന്ന ചെറിയ ചെറിയ കുമിളകളിലേക്ക് അവളുടെ കണ്ണുകൾ നീണ്ടത്. 3 എണ്ണം ഉണ്ട്. വൈശു അതിനു മുകളിൽ പതിയെ ഒന്ന് തൊട്ടു നോക്കി. ഇപ്പോൾ തൊടുമ്പോൾ മാത്രമേ ഉള്ളൂ വേദന. സഹിക്കാൻ പറ്റുന്ന ചെറിയ നീറ്റലുണ്ട്. കുറച്ചു നേരം അതിലേക്ക് നോക്കിയിരുന്നതിന് ശേഷം പെണ്ണുമെല്ലെ കട്ടിലിൽ നിന്നും താഴെ ഇറങ്ങി നേരെ സ്റ്റഡി ടേബിളിൻ്റെ അരികിലേക്ക് നടന്നു. പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി കസേരയിലേക്കിരിക്കുമ്പോൾ പിന്നീട് മറ്റൊന്നിനെക്കുറിച്ചും അവൾ ആലോചിച്ചില്ല. ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റുകൾ ഓരോന്നും തേടിപ്പിടിച്ച് ആദ്യം റഫായിട്ടൊരു പേപ്പറിലേക്ക് എഴുതിയെടുത്തു. ചിലതൊക്കെ അവൾക്ക് അപ്പോഴും സംശയമായിരുന്നു. മഹാദേവനോട് ചെന്ന് ചോദിച്ചാലേ എന്ന് പോലും ആ നേരം അവൾക്ക് തോന്നിപ്പോയി. ആളിൻ്റെ അടുത്തേക്ക് പോകുവാൻ പണ്ടേ പേടിയാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ കൂടെ വെപ്രാളവും പരവേശം വിറയലും ഒക്കെ കൂട്ടായിട്ടുണ്ട്. എങ്കിലും അവൾ ധൈര്യം വീണ്ടെടുത്തുകൊണ്ട് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. സാർ ഉണർന്നിരിപ്പുണ്ടെങ്കിൽ ചോദിക്കാം, ഉറപ്പായിട്ടും പറഞ്ഞു തരും. വൈശു മെല്ലെ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവൾ അപ്പോഴും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ഹാളിലെ സെറ്റിയിൽ മഹാദേവൻ ഇരിക്കുന്നതാണ് പെണ്ണ് കണ്ടത്. ഒട്ടൊരു പേടിയുണ്ടായെങ്കിലും വൈശാഖി മെല്ലെ അവൻ്റെ അരികിലേക്ക് നടന്നു ചെന്നു. സർ. ഏതോ ഒരു ബുക്ക് വായിച്ചു കൊണ്ടിരുന്നവൻ അവളുടെ വിളി കേട്ട് മുഖമുയർത്തി നോക്കി. എന്താ? ഒരു പരുക്കൻ ചോദ്യം പെണ്ണിനെ തേടിയെത്തി. ഒരു സംശയം. പ്രോജക്റ്റ്. തൻ്റെ കയ്യിലിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ അവൾ തെരുപ്പിടിച്ചു. എങ്ങിതാ. അവളുടെ നേർക്കവൻ ബുക്കിനായി കൈനീട്ടി. വൈശാഖി കൊടുത്തു. ഇരിക്ക്. ടെക്സ്റ്റ് ബുക്ക് തുറക്കുന്നതിനിടയിൽ അവനിരിക്കുന്ന സെറ്റിയിലേക്ക് ദേവൻ്റെ വിരൽ നീണ്ടു. പിടപ്പോടെ ഉള്ളിൽ തുടികൊട്ടുന്ന ഹൃദയത്തെ വരുതിയിൽ നിർത്താൻ ശാസിച്ചുകൊണ്ട് അവൾ അവൻ്റെ അരികിലായി ചെന്നിരുന്നു, ഒരകലം ഇട്ടിട്ട്. ഏതാ ഡൗട്ട്? ടെക്സ്റ്റ് ബുക്കിൽ നിന്നും കണ്ണുകൾ ഉയർത്താതെ തന്നെ മഹാദേവൻ ചോദിച്ചു. വൈശാഖി തൻ്റെ കയ്യിലിരിക്കുന്ന പ്രോജക്റ്റിൻ്റെ റഫ് കോപ്പിയുടെ ചില ഭാഗങ്ങൾ അവനെ കാട്ടിക്കൊടുത്തു. മഹാദേവൻ അത് പരിശോധിച്ചു. എന്നിട്ട് ആവശ്യമുള്ള തിരുത്തലുകൾ അവൾക്ക് ചെയ്തു കൊടുത്തു. കൂട്ടിച്ചേർക്കുവാനുള്ള ഭാഗങ്ങൾ പറഞ്ഞും കൊടുത്തു. ഇനി എന്തെങ്കിലും ഡൗട്ടുണ്ടോ? എല്ലാം വിശദീകരിച്ചു കൊടുത്തതിന് ശേഷം അവനിൽ നിന്നും ചോദ്യം ഉയർന്നു. ഇല്ല സാർ. അവൾ നന്ദിയോടെ അവനെ നോക്കി തലകുലുക്കി. ഇപ്പോൾ തന്നെ എഴുതുവോ അതോ? അവനിൽ നിന്നും വീണ്ടും ചോദ്യം. ഇപ്പോൾ തന്നെ എഴുതും സാർ. വൈകിട്ട് മുഴുവൻ കിടന്നുറങ്ങി എഴുന്നേറ്റിരിക്കുന്നവൾക്ക് ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല മറുപടി കൊടുക്കുവാൻ. ആ, എങ്കിൽ പോയി എഴുത്, എന്നിട്ട് എന്നെ കൊണ്ടുവന്ന് കാണിക്ക്, അവൻ നിർദ്ദേശിച്ചു. വൈശാഖി അനുസരണയോടെ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ധൃതിയിൽ തൻ്റെ മുറിയിലേക്ക് ഓടിക്കയറി. അവൾക്ക് വല്ലാത്തൊരാവേശമായിരുന്നു, വെപ്രാളമായിരുന്നു. അവൻ പറഞ്ഞു കൊടുത്ത ഓരോ പോയിന്റുകളും ഓർത്തിരുന്ന് വൈശാഖി എഴുതി തുടങ്ങി. വെറും അരമണിക്കൂറിനുള്ളിൽ തന്നെ അവൾ ഫെയർ കോപ്പി എഴുതി തീർത്തു. അതുമായി ഹാളിലെ സെറ്റിയിലിരിക്കുന്ന മഹാദേവൻ്റെ അടുത്തേക്ക് ഓടുമ്പോൾ പേരറിയാത്തൊരു സന്തോഷമായിരുന്നു ഇത്തവണ പെണ്ണിന്. ഒരു വെമ്പലായിരുന്നു. സർ. അവൾ ആ പേപ്പർ കെട്ടുകൾ അവന് നേർക്ക് നീട്ടി. മഹാദേവൻ എല്ലാം ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കി. എന്നിട്ട് അവസാനത്തെ പേപ്പറിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് കാട്ടിക്കൊടുത്തു. ഈ ഒരു പേപ്പർ മാത്രം മാറ്റ്, ബാക്കിയെല്ലാം ഓക്കെയാണ്. വൈശാഖിക്ക് പേപ്പേഴ്സ് എല്ലാം തിരിച്ചു കൊടുത്തിട്ട് അവൻ മെല്ലെ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു. ഓക്കെ സർ. അവൾ അതുമായി തിരികെ മുറിയിലേക്ക് നടന്നു കയറിയതും മഹാദേവൻ ഹാളിലെ വെട്ടം അണച്ചിട്ട് നേരെ സ്വന്തം മുറിയിലേക്ക് കയറിപ്പോയിരുന്നു. വൈശാഖി വീണ്ടും കസേരയിൽ ചെന്നിരുന്നു. അവൻ തിരുത്താൻ പറഞ്ഞ അവസാനത്തെ പേപ്പർ മാത്രം തിരുത്തി എഴുതി. ഫ്രണ്ട് പേജും കംപ്ലീറ്റ് ചെയ്ത് ഒരു ഫയലിലേക്ക് അവൾ ആ പേപ്പേഴ്സ് എല്ലാം ഭദ്രമായിട്ട് എടുത്തു വെച്ചു. എന്നിട്ട് നേരെ കട്ടിലിലേക്ക് കമിഴ്ന്നു വീണു. ആ ഒരുവനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അതേസമയം ടേബിളിന് മുകളിലിരുന്ന വൈശാഖിയുടെ പ്രോജക്റ്റ് മറ്റൊരു മുറിയിൽ കത്തിച്ചാമ്പലായി മാറിയിരുന്നു. എല്ലാവരുടെയും മുമ്പിൽ
എന്നെ നാണം കെടുത്തും അല്ലേടി നീ? ഗൗരിയിൽ ആ നേരം അവളോടുള്ള അടങ്ങാത്ത പകയായിരുന്നു. ഞാൻ സത്യമായിട്ട് ഇവിടെ തന്നെയാണ് വെച്ചത്. രാവിലെ കോളേജിൽ പോകാൻ ഇറങ്ങിയപ്പോൾ മേശയുടെ മുകളിലിരിക്കുന്ന ഓരോ ബുക്കുകളും മാറ്റി നോക്കി വൈശാഖി. പക്ഷെ പ്രോജക്റ്റ് ഫയൽ മാത്രം അവിടെയെങ്ങും അവൾക്ക് കാണാൻ സാധിച്ചില്ല. ഡി, ശരിക്കും നീ പ്രോജക്റ്റ് എഴുതിയോ? ഇനി വല്ല സ്വപ്നവും കണ്ടതാണോ? ബാലു ഒട്ടൊരു സന്ദേഹത്തോടെ അവളോട് ചോദിച്ചു. ദേ ബാലു, ഒരെണ്ണം അങ്ങ് വെച്ച് തന്നാ ഉണ്ടല്ലോ. ഞാൻ സത്യമായിട്ടും എഴുതിയതാ. ഒരു സ്റ്റിക്ക് ഫയലിലെടുത്ത് വെക്കുകയും ചെയ്തതാ. പെണ്ണിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഷെടാ, ഇവിടെ നീ വെച്ചത് എവിടെ പോകാനാ? ഇനി ഉറക്കത്തിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചോ നീ? ബാലു അവളുടെ മുറി മുഴുവൻ കണ്ണോടിച്ചു. ഇല്ല ബാലു, ഞാൻ വേറെ എവിടെയും വെച്ചിട്ടില്ല. ഇവിടെ തന്നെയാണ് വെച്ചേ. അതും എൻ്റെ കോളേജ് ബാഗിൻ്റെ മുകളിൽ. പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകാൻ മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം എടുത്തു വെച്ചതാ. അവൾ ആണയിട്ട് പറഞ്ഞു. ഷെടാ, ഇതിപ്പോൾ എവിടെ പോകാനാ? ബാലുവിൻ്റെ തലയ്ക്ക് ചൂട് പിടിച്ചു. അതാ ഞാനും ചോദിക്കുന്നത്, എവിടെ പോകാനാണെന്ന്. വൈശാഖി ഇപ്പോൾ കരയി എന്ന മട്ടായി. രാത്രി കഷ്ടപ്പെട്ടിരുന്ന് എഴുതി പൂർത്തിയാക്കിയ പ്രോജക്റ്റ് വർക്കാണ്. നേരെ ഇരുട്ടി വെളുത്തപ്പോഴേക്കും അത് കാണാനില്ല. ആരോട് ചോദിക്കും? അവൾക്ക് സങ്കടം വന്നുപോയി. എന്താ എന്താ മോളെ, എന്തു പറ്റി? ഇതുവരെയും കോളേജിൽ പോകാതെ വൈശാഖിയുടെ മുറിയിൽ നിൽക്കുന്ന ബാലുവിനെയും വൈശുവിനെയും കണ്ട് ലക്ഷ്മിയും പത്മാവതിയും അങ്ങോട്ടേക്ക് കയറി ചെന്നു. ഇവൾ ഇന്നലെ എഴുതി വെച്ച പ്രോജക്റ്റ് ഫയൽ കാണുന്നില്ലെന്ന്. ബാലുവാണ് അവർക്കുള്ള മറുപടി നൽകിയത്. ഫയൽ കാണുന്നില്ലെന്നോ? അതെവിടെ പോയി? ലക്ഷ്മി നെറ്റിച്ചൊളിച്ചു. അറിഞ്ഞൂടാ ലച്ചുവേ, ഇത്രയും നേരം ഞങ്ങൾ ഇവിടെ മുഴുവൻ അരിച്ചു പെറുക്കുമായിരുന്നു. ബാലു ഏണിന് കൈയും കൊടുത്തുകൊണ്ട് നിന്നു. ഇതെന്തും മറിമായവാ? വെച്ച സാധനം വെച്ചിടത്ത് കാണാൻ പറ്റില്ലെന്ന് വെച്ചാ? പത്മാവതിയും ചിന്തയിലായി. ഇന്ന് വെക്കാനുള്ളതല്ലല്ലോ വൈശ്വേ, നീ വാ, നമുക്ക് കോളേജിൽ പോയി വന്നിട്ട് നോക്കാം. കുറേ നേരം കൂടി അവിടെ നിന്നിട്ട് ബാലു അവളുടെ ബാഗ് കയ്യിലേക്കെടുത്തു. എന്നിട്ട് റൂമിന് പുറത്തേക്ക് മെല്ലെ കാലുകൾ നീക്കി. മനസ്സില്ലാ മനസ്സോടെ പെണ്ണ് ഒരു വട്ടം കൂടി മുറി ആകമാനം നോക്കിക്കൊണ്ട് ബാലുവിൻ്റെ പിന്നാലെ നടന്നു. വന്ന് കഴിക്കുമോളെ, അതിനെക്കുറിച്ച് ചിന്തിച്ച് സങ്കടപ്പെടല്ലേ. ലക്ഷ്മി അവളെ ഡൈനിങ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ കിടന്ന ഒരു കസേരയിലേക്ക് പിടിച്ചിരുത്തി. എന്നാലും രാത്രി കഷ്ടപ്പെട്ടിരുന്ന് എഴുതിയ പ്രോജക്റ്റാ ലക്ഷ്മി അമ്മ അത്. അവൾ സങ്കടപ്പെട്ടുകൊണ്ട് മുൻപിലിരിക്കുന്ന പാത്രത്തിലെ ദോശ മുറിച്ച് കഴിക്കുവാനായി തുടങ്ങി. അവളെ നോക്കി ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് ബാലുവും കഴിക്കുവാനായി തുടങ്ങി. നീ എങ്ങാനും എടുത്തോ ഇവളുടെ പ്രോജക്റ്റ്? അപ്പോഴങ്ങോട്ടേക്ക് എത്തിയ ഗൗരിയെ ബാലു സംശയത്തോടെ ഒന്നുറ്റു നോക്കി. പ്രോജക്റ്റോ? ഇവിടെയോ? ഏത് പ്രോജക്റ്റ്? അല്ലെങ്കിൽ തന്നെ വൈശാഖിയുടെ പ്രോജക്റ്റ് എനിക്കെന്തിനാ? ഗൗരി കൈ കഴുകിയിട്ട് കസേരയിലേക്ക് ഇരുന്നു. എന്നിട്ട് ലക്ഷ്മി വിളമ്പിക്കൊടുത്ത ഭക്ഷണം മെല്ലെ ഇരുന്ന് കഴിക്കുവാനായി തുടങ്ങി. നിനക്കൊന്നിനും വേണ്ടിയല്ല, നീ എങ്ങാനും എടുത്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഭാസ്കറിൻ്റെ ശബ്ദം ഗൗരവത്തിലായി. മാമൻ എന്തായി ചോദിക്കുന്നേ? ഞാനെങ്ങും എടുത്തില്ല. ഈ കാണാതെ പോയെന്ന് അവകാശപ്പെടുന്ന വൈശാഖിയുടെ ഫയല് ശരിക്കും അവൾ എഴുതിയിട്ടുണ്ടോയെന്ന് നമുക്കെങ്ങനെ അറിയാനാ? ദോശ മുറിച്ച് കഴിക്കുന്നതിനിടയിൽ ഗൗരി തൻ്റെ മുമ്പിലിരിക്കുന്നവൾക്കിട്ട് ഒരു കൊട്ടു കൊടുത്തു. അത് പറയാൻ നീ ആരാ ഗൗരി? പൊടുന്നനെ അങ്ങോട്ടേക്ക് എത്തിയ മഹാദേവൻ്റെ ആയിരുന്നു ദേഷ്യത്തിലുള്ള ആ ചോദ്യം. അവളൊന്ന് ഞെട്ടിപ്പോയി. ദേവൻ ആ നേരം അങ്ങോട്ടേക്ക് വരുമെന്ന് ഗൗരി തെല്ലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നെ ദേവേട്ട, ഞാൻ വെറുതെ വൈശാഖി ഈ പ്രോജക്റ്റ് എഴുതാൻ മറന്നുപോയത് വല്ലതും ആണെങ്കിലോ എന്ന് ഞാൻ വിചാരിച്ചു. ഗൗരി കഴുപ്പ് നിർത്തി അരികിലായിരിക്കുന്ന മഹാദേവനെ നോക്കി എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. അത് നിനക്കെങ്ങനെ അറിയാമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്നലെ രാത്രി വൈശാഖി ഇരുന്ന് പ്രോജക്റ്റ് എഴുതുന്നത് ഞാൻ കണ്ടതാണ്. അതാ കുട്ടി പൂർത്തിയാക്കിയതുമാണ്. ഗൗരിക്കിനി വല്ലതും അറിയാനുണ്ടോ? ദേവൻ്റെ ഒച്ച ഉയർന്നു. ഇല്ല ദേവേട്ട, സോറി ദേവേട്ട. അവൾ പെട്ടെന്ന് മുഖം പാവത്തിലാക്കി. നീ നന്നാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. അപ്പച്ചിയുടെയും മാമൻ്റെയും കണ്ണ് നിറഞ്ഞതുകൊണ്ട് മാത്രമാണ് നീ ഇപ്പോഴും ഈ വീട്ടിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നോക്കിയും കണ്ടും ഒക്കെ വൈശാഖിയോട് സംസാരിച്ചാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ മംഗലത്തിൻ്റെ പടി പോലും നീ ഇനി കാണില്ല. അവസാനമായി കടുപ്പിച്ചു പറഞ്ഞിട്ട് മഹാദേവൻ ഗൗരിയെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കി. ഗൗരി പേടിച്ചു പോയി.
വൈശാഖി എവിടെയാണ് ഇന്നലെ രാത്രി ഫയൽ വെച്ചത്? അവൻ്റെ അടുത്ത ചോദ്യം മുഖമുയർത്താതെ പാത്രത്തിലേക്ക് നോക്കിയിരുന്ന വൈശാഖിയിലേക്കായിരുന്നു. ടേബിളിൻ്റെ മുകളിൽ. അവൾ പതുങ്ങിയ ശബ്ദത്തിൽ പറഞ്ഞു. ഉറപ്പാണോ? അവൻ എടുത്തു ചോദിച്ചു. അതെ സാർ. അവൾ ഉറപ്പോടെ മറുപടി നൽകി. പ്രോജക്റ്റ് നാളെ വെച്ചാൽ പോരെ? ഇപ്പോഴിരുന്ന് കഴിച്ചിട്ട് കോളേജിൽ പോകാൻ നോക്ക്. അവൻ നിർദ്ദേശിച്ചതും വൈശാഖി അനുസരണയോടെ തലയാട്ടി. എന്നിട്ട് വീണ്ടും കഴിക്കുവാനായി തുടങ്ങി. അതേസമയം വളരെ മര്യാദയോടെ അനുസരണയോടെ പ്രാതൽ കഴിക്കുന്ന ഗൗരിയെ സൂക്ഷ്മമായി നോക്കുകയായിരുന്നു മഹാദേവൻ. ഭക്ഷണം കഴിച്ചു വൈശുവും ബാലുവും കൂടി ഹാളിലേക്ക് വന്നപ്പോഴാണ് മഹാദേവൻ കൈ കഴുകിയിട്ട് നേരെ ഗൗരിയുടെ മുറിയിലേക്ക് കയറിയത്. ഗൗരി ധൃതിയിൽ ഓടി അവന് പിന്നാലെ ചെന്നു, ഒട്ടൊരു പേടിയോടെ. എന്താ ദേവേട്ടാ? കിതച്ചുകൊണ്ടവൾ അവന് പിന്നിലായി ചെന്ന് നിന്നു. എന്ത്? ഗൗരിയുടെ ചോദ്യം ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവൻ അവളെ തിരിഞ്ഞു നോക്കി. അല്ല, ദേവേട്ടൻ ഈ മുറിയിൽ എന്തിനാ കയറിയെന്ന് ചോദിക്കുമായിരുന്നു. കള്ളത്തരം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പെണ്ണ് തിരക്കി. എൻ്റെ വീട്ടിലെ ഒരു മുറിയിൽ കയറാൻ ഞാൻ ഗൗരിയോട് അനുവാദം ചോദിക്കണോ? അവൻ്റെ ചോദ്യത്തിന് മൂർച്ചയേറി. അയ്യോ, അങ്ങനെയല്ല ദേവേട്ടാ, ഞാൻ വെറുതെ. അവൾ ചിരിക്കുവാൻ ശ്രമിച്ചു. പിന്നെ എങ്ങനെയാ ഗൗരി? ചോദ്യത്തോടൊപ്പം തന്നെ അവളിൽ നിന്നും കണ്ണുകൾ മാറ്റിയവൻ. എന്നിട്ട് മുറിയുടെ മുക്കും മൂലയും എന്തിനോ വേണ്ടി എന്ന വണ്ണം തിരഞ്ഞു. വൈശാഖി. ഇതൊന്നും അറിയാതെ ബാലുവിനോടൊപ്പം കോളേജിലേക്ക് പോകുവാനായി ഇറങ്ങിയ വൈശുവിനെ അവൻ ഉച്ചത്തിൽ വിളിച്ചു. അപ്പോൾ എങ്ങനെയാ? സ്റ്റോറി വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ട് പോണേ. അപ്പം അടുത്ത പാട്ടുമായിട്ട് നാളെ വരാവേ. അതുവരെ ഹാവ് എ നൈസ് ഡേ.